ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് CISF ഫയർമാൻ്റെ ഫിസിക്കൽ ഡേറ്റിനെ കുറിച്ചിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. CISF ഫയർമാൻ്റെ ഫിസിക്കൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഫിസിക്കൽ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എപ്പോഴായിരിക്കും നിങ്ങളുടെ PET, PST, DV എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊണ്ടുപോകേണ്ടത്, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതോടൊപ്പം തന്നെ PETക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഈവൻറ്റ് ഏതാണ് എന്നതിനെക്കുറിച്ചും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അനൻ ഡിഫൻസ് അക്കാഡമിയിൽ SSC GD, RPF, TA റാലി, അഗ്നിവീർ, CISF കോൺസ്റ്റബിൾ ഫയർമാൻ ഈ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ എല്ലാ കോഴ്സിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും, വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്, 70+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും, പിന്നെ മെഡിക്കൽ അവയർനെസ്സും ഡയറ്റ് പ്ലാൻ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2025 തന്നെ ഷുവറായിട്ടും നിങ്ങൾക്കും ഏതെങ്കിലും ഡിഫൻസ് ജോബിൽ കയറാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് CISF ഫയർമാൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലോട്ട് പോകാം. ആൾറെഡി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിസംബർ ലാസ്റ്റ് വീക്ക് ആയിരിക്കുമെന്ന്. അതേ രീതിയിൽ തന്നെയാണ് ഒഫീഷ്യൽ അപ്ഡേറ്റും വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഫ്രം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റിലീസ് ഓഫ് അഡ്മിറ്റ് കാർഡ് ഫോർ PET, PST ആൻഡ് DV ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് കോൺസ്റ്റബിൾ ഫയർമാൻ. അതായത് ഈ ഒരു ഒറ്റ ഫേസിൽ തന്നെ ആയിരിക്കും, അതായത് ഈ ഒരു ഫസ്റ്റ് ഫേസിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ ഈവൻറ്റ് എത്ര കിലോമീറ്ററാണ് നിങ്ങൾ ഓടേണ്ടത്, എത്ര ടൈമിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം, PSTയിൽ നിങ്ങളുടെ ഹൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ആ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം എന്നാണ് നിങ്ങളുടെ ഫിസിക്കൽ ആരംഭിക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 24 മുതലാണ് നിങ്ങളുടെ ഫിസിക്കൽ ആരംഭിക്കാൻ പോകുന്നത്. ഫിസിക്കലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 20 ആണ്. അതായത് 2025 ജനുവരി 20 ഫിസിക്കൽ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. അതായത് ഫിസിക്കലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ടോട്ടൽ ഇന്ത്യയിൽ 35 സെൻറ്ററിലാണ് ഫിസിക്കൽ നടക്കാൻ പോകുന്നത്. ക്ലിയർ ആയാലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഡിസംബർ 24 ഫിസിക്കൽ സ്റ്റാർട്ട് ആകുന്ന, ലാസ്റ്റ് ഡേറ്റ് ജനുവരി 20 ഇതിനിടയിലായിരിക്കും ഫിസിക്കൽ ഡേറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് അതുകൂടി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 16 മുതൽ നിങ്ങൾക്ക് CISFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്താണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്ലിയർ അല്ല കുട്ടികളെ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആ ഒരു ഈവൻറ്റുകളും ടൈമിങ്ങും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ഡേറ്റിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലെ ആദ്യത്തെ ഫേസ് ആയ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യത്തിലോട്ട് പോകാം. ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പെടുന്ന ഈവൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത്. നിങ്ങൾ 24 മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആവത്തുള്ളൂ. പിന്നെ ഈ ഒരു CISF ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. പെൺകുട്ടികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ഒരു PST ടെസ്റ്റിൽ എന്താണ് അവിടെ ചെക്ക് ചെയ്യുന്നതെന്ന്. PST ടെസ്റ്റിൽ വരുന്നത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് റിക്വയർമെന്റ് ആയിട്ട് വേണ്ട ഹൈറ്റ് ആണ് 170 സെന്റിമീറ്റർ. പിന്നെ നിങ്ങൾ ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 165 സെന്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ 80-85 സെന്റിമീറ്റർ ആണ് വേണ്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ കാര്യം മനസ്സിലായി. 5 കിലോമീറ്റർ റണ്ണിംഗ് 24 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. PSTക്കകത്ത് നിങ്ങൾക്ക് 170 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ST ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് 165 സെന്റിമീറ്റർ ഹൈറ്റ് മതി. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ 80-85 ഉണ്ടായിരിക്കണം. മിനിമം 80, എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 85 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനെ പറ്റിയിട്ടാണ്. സോ ഇനി നമുക്ക് നിങ്ങൾ ഫിസിക്കലിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. അവിടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് 30 സെപ്റ്റംബർ 2024 ക്രൂഷ്യൽ ഡേറ്റ്. ഈ ഒരു ഡേറ്റിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം.
ഈ ഒരു ഡേറ്റിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ഇനി നിങ്ങൾ റെഡിയാക്കുക, അതുമായിട്ട് പോയി നിങ്ങൾ അവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുക. മുൻ വർഷങ്ങളിൽ നടന്ന എങ്ങനെയാണെന്ന് അതുകൂടി ഞാൻ പറഞ്ഞു തരാം. മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി കുട്ടികൾ ക്രൂഷ്യൽ ഡേറ്റിന് ശേഷമുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അവിടെ ചെന്നിരുന്നു. അവർ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസും കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. എന്താണ്, ഇതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കുക. അവിടുത്തെ ആ ഒരു ബോർഡ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആസ് പെർ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് 10th and 12th ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. കോപ്പി ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകരുത്. എല്ലാത്തിൻ്റെ ഒറിജിനൽ തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. നെക്സ്റ്റ് ആണ് ആധാർ, പാൻ കാർഡ്, വോട്ടർ ഐ ഡി. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഇതോടൊപ്പം തന്നെ 5 അല്ലെങ്കിൽ 10 ഫോട്ടോ കൂടി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. സോ യുവർ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്. ഇവിടെയാണ് കൂടുതലും കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെയും ക്രൂഷ്യൽ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 30 സെപ്റ്റംബർ 2024 ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടുന്നത്. ഇനി അങ്ങോട്ട് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട്, അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതായത് ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ട്. ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ നിർമ്മിച്ച കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. ഇനി എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പോൾ SSC GDക്കോ അതുപോലെ തന്നെ RPF ഒക്കെ വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണും. അതുപോലെ തന്നെ അതിനുവേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റും കാണും. അത് നിങ്ങൾ അവിടെ കൊണ്ടുപോയാലും മതി. മറ്റേതെങ്കിലും ഡിഫൻസ് ഫോഴ്സിന് വേണ്ടി നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാലും മതി. നിങ്ങളെ അവിടെ എന്താണ്, അവർ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ളത് നിങ്ങൾ റെഡിയാക്കിയിരിക്കണം. യുവർ കാറ്റഗറിക്ക് എന്താണ്, ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ പറ്റി. OBC, SC ആൻഡ് ST ഇവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്രൂഷ്യൽ ഡേറ്റ് ശ്രദ്ധിച്ചിരിക്കണം. ഇനി EWS കാറ്റഗറിയിൽ പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4/2024 അതുപോലെ തന്നെ 30/9/2024 ഇടയിലുള്ള, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിലുള്ള EWS സർട്ടിഫിക്കറ്റ് തന്നെ റെഡിയാക്കാൻ നോക്കുക. ഇനി മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ എന്താണ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട്. കുട്ടികൾ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആദ്യം ഞാൻ മുൻ വർഷങ്ങളിൽ നടന്ന കാര്യം പറയാം. മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ ഒത്തിരി കുട്ടികൾ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയില്ല. അവരും എന്താണ് ചെയ്തത്, ക്രൂഷ്യൽ ഡേറ്റിന് ശേഷമുള്ള ഡൊമസൈലും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും റെഡിയാക്കിയിട്ടാണ് അവർ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഫിസിക്കൽ അവിടെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡിലെ മെമ്പേഴ്സ് എന്താണ്, ആ സർട്ടിഫിക്കറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിരുന്നു. അവരെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനും സമ്മതിച്ചു. ഇനി ഈ തവണ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രൂഷ്യൽ ഡേറ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് പോവുക. റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക. സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾ അവിടെ പോവുക. ആ ഒരു ബോർഡ് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റാലി കണ്ടക്ട് ചെയ്യുന്ന ടീം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ഫിസിക്കൽ ഓടാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എല്ലാവരും നല്ലപോലെ ഫിസിക്കലിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ഈ 5 കിലോമീറ്റർ ഇവൻ്റെ ട്രെയിനിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ റിട്ടേൺ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.